ഞാൻ ജനരക്ഷാ യാത്ര കഴിഞ്ഞ് ശ്രീ ഗുലാം നബി ആസാദ് തിരുവനന്തപുരത്ത് വന്നത് തൊട്ട് പിറ്റേ ദിവസമാണ്. ശ്രീ ഗുലാം നബി ആസാദും ശ്രീ മുകുൾ വാസ്നിക്കും ജനറൽ സെക്രട്ടറി രണ്ടുപേരും എന്നോട് ആരാഞ്ഞിരുന്നു, മത്സരിക്കുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നോട്. ഞാൻ അന്നേ തന്നെ അവരോട് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് മത്സരത്തിന് എനിക്ക് യാതൊരു താല്പര്യമില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാനത് നേരത്തെ തന്നെ അത്ര താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. ഈ തവണ പ്രത്യേകിച്ചും KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻ നടത്തി മുന്നോട്ട് പോകണം. എല്ലാ തലങ്ങളിലും പ്രശ്നങ്ങളുമായി ഇടപെടേണ്ടി വരും. അതുകൊണ്ടൊരു സ്ഥാനാർത്ഥിയായി പോയാൽ പിന്നെ നമുക്കതിനുള്ള ഒരു സമയം കിട്ടില്ല. അത് പ്രവർത്തനങ്ങളെ പൊതുവെ ബാധിക്കും. ഇതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളല്ല. അന്ന് തന്നെ ഗുലാം നബി ആസാദിൻ്റെയും ശ്രീ മുകുൾ വാസ്നിക്കിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പട്ടിക ഞാൻ തന്നെ ഈ പട്ടികയുടെ ഓരോ സ്റ്റേജിലും പ്രാരംഭ തലം മുതൽ ഇടപെടുന്ന ആളാണ് KPCC പ്രസിഡന്റ്. പക്ഷെ ഒരു തലത്തിലും എൻ്റെ പേര് വരാതെ പോയത് അതുകൊണ്ട് തന്നെയാണ്, നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് ഹൈക്കമാൻഡിനൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. നല്ലൊരു പട്ടിക തയ്യാറാക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പുതുമുഖങ്ങളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ തലത്തിലുള്ളവരെയും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറയാനാവില്ലെങ്കിലും ആ കാര്യത്തിൽ ഒരു ശ്രമം നടത്തി കുറേ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ ചിലർക്കെങ്കിലും വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അതെല്ലാം വിസ്മരിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോയി തെരഞ്ഞെടുപ്പിൽ UDF-നെ വമ്പിച്ച വിജയത്തിലേക്ക് എത്തിക്കുക, അതുവഴി ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്.